ഞാൻ പറഞ്ഞത് തന്നെ കോടതി ശരിവച്ചിരിക്കുന്നു. അധ്യാപകർക്ക് വടിയെടുക്കാം. ഹൈക്കോടതി വിധി അനുകൂലമായ അധ്യാപകർക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. വടിയെടുത്താൽ കുഞ്ഞുങ്ങൾ നന്നാവും. പണ്ടേയുള്ള അധ്യാപകരുടെ വിദ്യാർത്ഥിയും തമ്മിൽ ബന്ധങ്ങളെപ്പറ്റി ഞാനതിൽ സൂചിപ്പിച്ചിരുന്നു. കഞ്ചാവും മദ്യവും മയക്കുമരുന്നും ലഹരിയും നാടിനെ മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പനമ്മയും ഭയമില്ലാതെ, ഗുരുക്കന്മാരെ ഭയമില്ലാതെ, ദേശത്തെ ഭയമില്ലാതെ ജനം വല്ലാതെ അപകടാവസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് പണ്ട് അധ്യാപകർ പഠിച്ചില്ലെങ്കിൽ വടിയെടുക്കും, അടിക്കും. അതുകൊണ്ട് അധ്യാപകർ ഭയമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് വരും. കുഞ്ഞുങ്ങളുടെ മുഖത്തെ പ്രസന്നത അധ്യാപകർക്ക് സന്തോഷമായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങളുടെ മുഖത്ത് പ്രസന്നതയല്ല, അധ്യാപകരെ വൃത്തികെട്ട രീതിയിൽ നോക്കുന്ന, അപകടകരമായ രീതിയിൽ പെരുമാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ എത്തിച്ചേർന്നിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ദൈവഹിത പോലെയാണ് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ്, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് മനസ്സ് ഓടിയെത്ത ചിന്ത എങ്ങനെയാണ്? ബൈബിൾ പറയുന്നു, വടിയെടുക്കാം, കുഞ്ഞിനെ അടിക്കാം. സദൃശവാക്യം പറയുന്നു, വടിയെടുത്തില്ലെങ്കിൽ കുഞ്ഞിനെ പകയ്ക്കുന്നു, കുഞ്ഞിനെ വിദ്വേഷിക്കുന്നു. അതിനർത്ഥം ബൈബിൾ പോലും വടി കൊണ്ടടിക്കുവാൻ അനുവാദം കൊടുക്കുമ്പോൾ ലോകത്തിലെ സംവിധാനങ്ങൾ, നിയമങ്ങൾ അതിന് എതിരെ നിന്നതുകൊണ്ട് ജനം അപകടകരമായി തീർന്നു. കുഞ്ഞുങ്ങൾ പുസ്തകത്തിന് പുസ്തകം എടുക്കേണ്ട സ്ഥലത്ത് വാളെടുത്തു. പുസ്തകം വായിക്കേണ്ട സമയത്ത്, പുസ്തകച്ചുരുൾ വായിച്ച് നന്നായി വളരേണ്ട സമയത്ത് വേറെന്തൊക്കെ വായിച്ചു തുടങ്ങിയവർ. ആയുധമെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അധ്യാപകർക്കെതിരെയും വീട്ടുകാർക്കെതിരെയൊക്കെയും അത് പ്രവർത്തിച്ചു വന്നു. ഒരു ട്യൂഷൻ സെൻ്ററിലോ സ്കൂളുകളിലോ അധ്യാപക പരിശീലനം കഴിഞ്ഞ് വന്ന അധ്യാപകരുടെ മുൻപിലിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥി ഗുരുക്കന്മാരെ ഭയപ്പെടുക മാത്രമല്ല, ദേശത്തും നാട്ടിലും ഭവനത്തിലും ആ ഭയം നിലനിർത്തുകയും ഭയത്തോടുള്ള, ബഹുമാനത്തോടുള്ള ഭയം അവർ അത് സൂക്ഷിക്കുകയും ചെയ്തു. അത് കോടതിക്ക് ഇന്ന് ബോധ്യം വന്നു. ഒരു കുഞ്ഞിനെ മർദ്ദിച്ചതിന് കോടതിയിൽ ഒരു പിതാവ് കേസ് കൊടുത്തു, ഹൈക്കോടതിയിലാണ്. പക്ഷെ പിതാവിൻ്റെ വാദം തള്ളി, പൂർണ്ണമായി തള്ളിയില്ല. എന്നാൽ കോടതി പറഞ്ഞു, കുഴപ്പമില്ല, അധ്യാപകർക്ക് വടിയെടുക്കുന്നതിന് പ്രശ്നമില്ല, വടിയെടുക്കാം. പക്ഷെ ക്രൂരമായി പോകരുത് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊല്ലുക, അങ്ങച്ഛതം വരുത്തുക, മാനസിക ടെൻഷൻ ഉണ്ടാക്കുക, മാനസിക പീഡനമുണ്ടാക്കുന്ന രീതിയിൽ അത് പാടില്ല. അല്ലാതെ വിദ്യാർത്ഥികളെ അധ്യാപകർക്ക് ശിക്ഷിക്കാമെന്ന് ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ പകർപ്പ് ഈ വീഡിയോയിൽ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ പണ്ട് ഹൈക്കോടതി പറഞ്ഞത്, അധ്യാപകർ അടിക്കുമ്പോൾ വീട്ടിൽ നിന്നുള്ള പേടി കൊണ്ട് ആരിൽ കേസ് കൊടുക്കുമോ, ക്രിമിനൽ കേസുകൾ അകപ്പെടുമോ, ക്രിമിനൽ കേസുകൾ ഉൾപ്പെടുമോ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പ്രശ്നമുണ്ടാകുമോ എന്നാണ് അധ്യാപകർ ഭയപ്പെടുന്നു എന്നും, എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല എന്നും ഇന്നത്തെ ഹൈക്കോടതി വിധി സ്കൂളിലെ അധ്യാപകർക്ക് അനുകൂലമായി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാത്സല്യ അപ്പനാടും അമ്മമാരോടും പറയാം, കുഞ്ഞുങ്ങളുടെ അധ്യാപകർ, ട്യൂഷൻ സെൻ്ററായിക്കോട്ടെ, അതുപോലെ സ്കൂളിലെ അധ്യാപകർ പഠിക്കാതെ വരുന്നത് കൊണ്ട് ശിക്ഷിച്ചാൽ നിങ്ങൾ അധ്യാപകർക്കെതിരെ കൊമ്പ് കോർക്കാൻ പോകരുത്, അധ്യാപകർക്കെതിരെ പോരാടാൻ പോകരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വാത്സല്യമായി നന്നായി വളരണമെങ്കിൽ അനുസരണത്തോടെ, ബഹുമാനത്തോടെ, ഇച്ഛാശക്തിയോടെ, തീക്ഷ്ണതയോടെ, നല്ല ഗുരുക്കന്മാരെയും ദേശക്കാരെ ബഹുമാനിക്കുന്ന, രാജ്യത്തെ ബഹുമാനിക്കുന്ന കുഞ്ഞുങ്ങളെ മാറണമെങ്കിൽ നല്ല ഗുരുക്കന്മാരുടെ കീഴിൽ ഇരുന്ന് വിദ്യ അഭ്യസിക്കുന്ന ഒരു കുഞ്ഞും രാജ്യദ്രോഹം ചെയ്യില്ല. ഒരു കുഞ്ഞും വഴിവിട്ട് പോകാറില്ല. അവർ രാജ്യത്തിന് നല്ല പ്രകാശം പരത്തുന്ന കുഞ്ഞുങ്ങളായി മാറും. അതുകൊണ്ട് ഗുരുക്കന്മാരുടെ ശിക്ഷണം ഒരു കുഞ്ഞുങ്ങൾക്ക് അപകടമല്ല. ഗുരുക്കന്മാരുടെ ശിക്ഷണം അത് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഇനിയെങ്കിലും അപ്പന്മാരും അമ്മമാരും മനസ്സിലാക്കുക. ഈ ഹൈക്കോടതി വിധിയെ
പൂർണ്ണമായി അനുകൂലിക്കുകയും ഈ ഹൈക്കോടതി വിധിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ അത് തന്നെ ഹൈക്കോടതി ശരിവെച്ചതിൽ സന്തോഷമുണ്ട്. ഗോഡ് ബ്ലസ് യു. ആമേൻ.